നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഭർതൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഭർതൃവീട്ടിൽ രാസലായനി കുടിച്ച് യുവതി ജീവനൊടുക്കിയ ആ സംഭവം, ആ യുവതിയുടെ ശരീരത്തിൽ നഖം കൊണ്ട് പോറലേറ്റതുൾപ്പെടെ മർദ്ദനമേറ്റ പാടുകൾ അടക്കം കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത്. ചെങ്കള സ്വദേശി ഫാത്തിമത്ത് സുഫൈദ 24 വയസ്സുകാരിയാണ് ഭർതൃവീട്ടിൽ ഇത്തരത്തിൽ ആത്മഹത്യ തിരഞ്ഞെടുത്തത്. പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് നെഞ്ചിലും കഴുത്തിലും ഉൾപ്പെടെ മർദ്ദനമേറ്റ പാടുകളുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സഹോദരൻ അബ്ദുൾ വാസിലിന്റെ പരാതിയിൽ ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകൾ ചേർത്ത് വിദ്യാനഗർ പോലീസ് കേസെടുത്തു അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഭർത്താവ് ആദിലിനെ 27 വയസ്സുകാരനാണ് അറസ്റ്റിലായിരിക്കുന്നത്. 2 ആഴ്ചത്തേക്ക് പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും ബന്ധുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുമെന്നും അന്വേഷണം നടത്തുന്ന ASP അച്യുത് അശോക് വ്യക്തമാക്കി. 2025 മെയ് 25-നാണ് ആദിലും സുഫൈദയും വിവാഹിതരാകുന്നത്. ആദിൽ പ്രവാസിയാണ്. വിവാഹത്തിന് പിന്നാൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും കുടുംബവും സുഫൈദയെ മാനസികവും ശാരീരികവുമായി നിരന്തരം ഉപദ്രവിച്ചിരുന്നു. സഹോദരൻ അബ്ദുൾ വാസിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തത് സംബന്ധിച്ച് ശനിയാഴ്ച സുബൈദയ്ക്ക് വലിയ ദേഹോപദ്രവം ഏൽക്കേണ്ടി വന്നു. വീട്ടിലേക്ക് വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഫോൺ തട്ടിപ്പറിച്ച് ഭർത്താവ് ആദില ഫോൺ എറിഞ്ഞുടയ്ക്കുകയുണ്ടായി. തുടർന്ന് അയൽവാസിയുടെ ഫോണിൽ നിന്നാണ് സുബൈദ വീട്ടിലേക്ക് വിളിക്കുന്നത്. സുബൈദയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ മാതാവ് സഫിയയും സഹോദരൻ അബ്ദുൾ വാസിലും ശനിയാഴ്ച രാത്രി പാണലത്തെ വീട്ടിലെത്തി. സ്വന്തം വീട്ടിലേക്ക് പോകാനൊരുങ്ങിയ സുബൈദയെ ഭർത്താവ് ഭീഷണിപ്പെടുത്തി 2 മാസത്തോളം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. തുടർന്ന് വീടിനകത്തേക്ക് പോയി രാസലായനി കഴിക്കുകയായിരുന്നു സുബൈദ എന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഞായറാഴ്ച പുലർച്ചെ 1:30 മരണം സംഭവിച്ചിരുന്നു. വിവാഹ വാർഷിക തലേന്ന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കവെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആത്മഹത്യ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ആദിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവരുടെ 1ാം വിവാഹ വാർഷികം നടക്കാൻ അതിൻ്റെ തലേ ദിവസമാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് 1 വർഷം മുൻപ് ഇവർ വിവാഹിതരായത്. ഇവർക്ക് 3 മാസം പ്രായമായ പെൺകുട്ടിയാണുള്ളത്. വിവാഹശേഷം ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുടുംബങ്ങൾ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചതാണ്. ശനിയാഴ്ച വൈകിട്ടും പ്രശ്നം ഉണ്ടാകുന്നു. തുടർന്നാണ് വീട്ടുകാരെ വിളിക്കുന്നു. വീട്ടുകാരെത്തുന്നു. വീട്ടുകാരുടെ മുന്നിൽ നിന്ന് ഒരു കൈ അകലത്തിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. എന്തായാലും തക്കതായ ശിക്ഷ തന്നെ ആത്മഹത്യക്ക് കാരണക്കാരായവർക്ക് കിട്ടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.